അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. അങ്ങനെ ഗൈസ്, രാവിലെ 6 മണിക്കുള്ള യാത്രയാണ്. ഞാൻ ജിമ്മിനും, ഉമ്മ ഹോസ്പിറ്റലിൽ. ഉമ്മക്ക് തൈറോയിഡ്, ഷുഗർ എന്താണ്, പഞ്ചസാര കഴിച്ചിട്ടുള്ളത് നോക്കണം, കഴിക്കാത്തുള്ളത് നോക്കണം. അപ്പോൾ 2 മണിക്കൂറോളം എന്താക്കണം, അവിടെ ഇരുന്നൊക്കെ ചെക്ക് ചെയ്ത് പോകണം. എന്തൊക്കെ ചെക്ക് ചെയ്യാണ്ട്? ഷുഗർ, തൈറോയിഡ്, ECG. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇറക്കി. ഇനി ഇവിടെ അടുത്ത് തന്നെ ചായക്കട ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഷുഗർ ടെസ്റ്റ് ചെയ്ത് നേരെ ചായ കുടിച്ചിങ്ങാണ്ട് പോയിട്ട് അതാ പോകണം. നടന്നു കണ്ടില്ലേ, വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ടില്ല, ആകെ വയർത്ത് കുളിച്ച് കിട്ടും. അങ്ങനെ 2 മണിക്കൂർ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഉമ്മാനെ വീണ്ടും കാത്തിക്കണം. ഉമ്മ ഇവിടുന്ന് പോയിട്ടില്ല. ഞാൻ വിളിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു ഇവിടെ ഉണ്ട്, ഇങ്ങോട്ട് പോരാന്ന് പറഞ്ഞ്. ഒരു 10 മിനിറ്റും കൂടി റിസൾട്ടിനുണ്ട്. അപ്പം ഞാൻ പോയിട്ട് അവിടെ ബില്ലൊക്കെ ആക്കി ഉമ്മാനെയും കൂട്ടി നേരെ ആദ്യം മാർക്കറ്റിലോട്ടാണ് പോകുന്നത്. അതായത് മീൻ വാങ്ങാനുണ്ട്, പിന്നെ പച്ചക്കറി വാങ്ങാനുണ്ട്. അങ്ങനെ അതൊക്കെ വാങ്ങി നേരെ വീട്ടിലോട്ട് പോകണം. പിന്നെ നിജാസും ചക്കരയൊക്കെ ഉണ്ട്. ഓരോരൊന്നും ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒന്നാമത് ഞാൻ പറയില്ലേ, നമ്മൾ ഓരോ തിരക്കുകളുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ തിരക്കുണ്ടെങ്കിൽ ന്യൂസിൽ എന്തായാലും ആ വീഡിയോ ഉണ്ടെന്നൊക്കെ ചോദിച്ചിരുന്നു കുറേ ആൾക്കാർ. പക്ഷേ അതും ഇത് നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല. നമ്മൾ ബിസിനസ് തുടങ്ങി, ബാക്കിയുള്ളത് തുടങ്ങി വെച്ചിട്ട് വന്ന വഴി നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോസ് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവർക്കും പ്രോപ്പറായിട്ട് നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ കഴിയുന്നില്ല. ഒക്കെ ക്ഷമ ചോദിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ ഒക്കെ കണ്ടിന്യൂ ആയിട്ട് നെക്സ്റ്റ് മന്ത് മുതൽ ഞാൻ എന്തായാലും പ്രോപ്പറായിട്ട് ഇടാൻ ശ്രമിക്കും ഗൈസ്, ഓരോ കാര്യങ്ങൾ. കാരണം ഈ വീഡിയോ ഇപ്പോൾ ഇടാത്തതുകൊണ്ട് എന്താ ഇപ്പോൾ എടുക്കേണ്ടതെന്നുള്ളതൊക്കെ ആകെ നമുക്ക് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കയ്യിൽ നിന്ന് പോയ അവസ്ഥയിലാണ്. എന്താ പറയേണ്ടതെന്ന് അങ്ങനെ കണ്ടിന്യൂഷൻ നമുക്ക് പോയി കഴിഞ്ഞാൽ ആകെ പ്രശ്നമല്ലേ. അപ്പോൾ അതിൻ്റെ കുറച്ച് ട്രിപ്പിളൊക്കെ ഉണ്ട്. എന്തായാലും ഇൻഷാ അല്ലാ നമ്മൾ സെറ്റാക്കും. ട്രിപ്പും കാര്യങ്ങളും ഫാമിലിയൊക്കെ ആയിട്ട് മൊത്തത്തിൽ എന്തായാലും നമ്മൾ അടിച്ച് പൊളിച്ച് വീഡിയോസൊക്കെ ആയിട്ട് വരും. ഓക്കെ, ഒന്നല്ല നമുക്ക് ഉമ്മാനെ കൂട്ടാൻ പോവാം. അങ്ങനെ ഉമ്മ എത്തിയിട്ടുണ്ട്. എവിടെ ഡോക്ടറെ? എന്താ ഉള്ളത്? കൂടുതലുണ്ടോ? ഏത് ഡോക്ടർമാർക്ക് അറിയുള്ളൂ പറഞ്ഞു. ഇവർക്ക് എടുക്കാൻ മാത്രമേ അറിയാം. പിന്നെ ബാക്കിയൊക്കെ നോർമലാ? ബാക്കി കഴിച്ചിട്ട് 145 ഉണ്ട് ഷുഗർ. അത് നോർമലാ. പിന്നെ 5 അധികം അത്രേ. അപ്പൊ കുറച്ചായി. പിന്നെ തിന്നാണ്ട് തിന്നാണ്ട് 130. അല്ല, ബ്ലഡ് പ്രഷർ 89 തിന്നാണ്ടല്ലേ. നോർമല എനിക്കറിയില്ല കേട്ടോ ഗൈസ്. ഞാൻ എന്തായാലും ഇനി ഡോക്ടറെ കാണിച്ചോട്ടെ. ഇവിടെ എടുത്താ ഒന്ന് ബുക്ക് ചെയ്യാം. ഒന്ന് ഉച്ചയ്ക്ക് ശേഷം വരാം. ബുക്ക് ചെയ്തോ? എപ്പോ വരാനാ പറഞ്ഞേ? 3 മണിക്കോ? ഒന്നാമത്തെ ടോക്കൺ 4:30 അത്ര ഡോക്ടർ വരും നോക്കാൻ നിർത്തോളൂ. എന്റെ മുമ്പ് വന്നാതില്ലേ. ഓക്കെ ഗൈസ്, നാളെയാണ് പട്ടാമ്പി നേർച്ച. നാളെ പട്ടാമ്പി നേർച്ചക്ക് പോകണം. ഇല്ലേ, നാളെ നല്ല തിരക്കുള്ള അടിപൊളി അതിന്റെ ഒക്കെ ഓരോ പരിപാടികളാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ബോക്സും പാട്ടും. കൂർക്കം ഉണങ്ങി തക്കാളി ഉരുളക്കിഴങ്ങ് വെല്ലുവിളിയൊക്കെ ഉണ്ടാവും. സാമ്പത്തിക മാന്ദ്യം വന്ന സാധാരണക്കാരെങ്ങനെ ജീവിക്കും അല്ലേ? ഒരു 500 റുപ്യേൻ്റെ ഒരു മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല മക്കളെ. അന്ത്യോളം ഈ പൊരിഞ്ഞ വെയിലത്ത് പണിയെടുത്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് കിട്ടുന്ന പൈസ എത്ര? ഒരു 800-1000 രൂപ. അത് മിക്കവാറും ഒരു മാർക്കറ്റിൽ കൊടുക്കാനുള്ളത് ഉണ്ടാവുള്ളൂ. തികയില്ലല്ലോ. അതാ എങ്ങനെ ഈ കാലം കഴിഞ്ഞു പോവുക പറിച്ചോ. ഇപ്പൊ തിന്ന് പഠിച്ചോലിക്ക് ഇങ്ങനെ പറ്റുമോ? ഗാനം മാറുമ്പോ കോലം മാറണമെന്നല്ലേ പറഞ്ഞിട്ടുള്ളേ. ഉള്ളപ്പോള്ളമാര് ജീവിക്കുക, ഇല്ലെങ്കിൽ ഇല്ലാത്തമാര് ജീവിക്കുക. ഒക്കെ ഓരോ പരീക്ഷണങ്ങളാണ് ഗൈസ്. ഈ ഒരു അടക്കാപ്പഴം ഭയങ്കര ടേസ്റ്റാ അല്ലേ? ഈ വഴിയോരത്തിൽ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഇതിന് അടക്കാപ്പഴം എന്ന് പറയും, ചില നാട്ടിൽ ഇതിന് പേരക്കാന്ന് പറയും, ചില നാട്ടിൽ ഇതില് പാലക്കാട് ഭാഷയിൽ ഇതില് കൊയ്യാക്കാന്ന് പറയും. അതായത് 1 കിലോ 100 റുപ്യാണ്. നമ്മൾ 1/2 കിലോ വാങ്ങുന്നുണ്ട്. ചേച്ചിക്ക് നമ്മുടെ എന്നാ വലത്തെ. ഓക്കെ ഓക്കെ ശരി. എന്താ പറഞ്ഞേ? അപ്പൊ വലത്തെ കൈ കൊണ്ട് കൊടുക്കണ്ടേ? കൈ നീട്ടാണെങ്കിൽ എന്ത് നീട്ടാണെങ്കിലും പൈസ ഒരാൾക്ക് കൊടുക്കുമ്പോ വലത്തെ കൈ കൊണ്ട്. പിന്നെ
ചന്തക്കുളത്തിന് ഇത് നിറഞ്ഞെന്ന് വെച്ചറിയില്ല. അതിപ്പോ നിങ്ങൾ ക്രെഡിറ്റ് ആയിട്ട് കൊണ്ടു നടക്കുക, അത് അസുഖം നോക്കാൻ സംഭവം ബിസിനസ് തന്നെയാണ് ഇപ്പൊ. എന്താണെങ്കിലും ഹോസ്പിറ്റലിലാണെങ്കിലും ഒക്കെ ആൾക്കാര്. അപ്പൊ നിങ്ങള് പോയി കഴിഞ്ഞാൽ ഭയങ്കര കച്ചവടക്കാരാവും. മനസ്സിലായി. അപ്പൊ ആരെങ്കിലും ഉദ്ഘാടനത്തിന് വിളിക്കണ്ട ഇമ്മാനെ വിളിച്ചോ, നിങ്ങളുടെ കട 4 ദിവസം കൊണ്ട് പൂട്ടും. സാധനം കഴിഞ്ഞിട്ട് നിങ്ങളുടെ കട 4 ദിവസം കൊണ്ട് പൂട്ടും. അങ്ങനെ തന്നെയല്ലേ പൂട്ടുക? അത് പാമ്പ് കിടക്കണൊക്കെ ചത്തത അവിടെ കിടക്കുന്നുണ്ട്. മനസ്സിലായി ഗൈസ്. അങ്ങനെ സാധനങ്ങളും വാങ്ങി ജിമ്മും കഴിഞ്ഞ് അങ്ങനെ പോവാണ്. വാപ്പാക്ക് വണ്ടി കച്ചവടത്തിന് ഇതിന് പോകുമ്പോ ഇന്ത്യക്ക് 1 ഉറുപ്പ്യയില് വാങ്ങിട്ട് പോകും. അതെന്താ? കച്ചവടം നടക്കാനോ? കച്ചവടം നടക്കും, നല്ല പൈസ കിട്ടും. അത് നിങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്താണ് അങ്ങനെ കച്ചവടം നടന്നിട്ടല്ലേ നിങ്ങൾ കൊറേ പൈസ കിട്ടുകൊണ്ടാണ് വഴി തെറ്റിയത്. വാപ്പ കോടീശ്വരനായിട്ടുണ്ടാവും. നിയന്ത്രിക്കുള്ള കഴിവ് വാപ്പാക്ക് ഉണ്ടായില്ല. അതുണ്ടായി. അതേമാതിരി ഉണ്ണിക്കുട്ടേട്ട കോലിങ്ങ പൂളക്കേക്ക് വെക്കും. എന്നിട്ട് രാവിലെ എന്നെ വിളിച്ചു. എന്തിന്? പൂളക്കേക്ക് തരാനോ? കൈനേട്ടത്തിന്. ആ 1 കിലോ വാങ്ങി 10 ഉറുപ്പ്യ കൊടുത്താ തിരുക്കടിയിൽ കൊണ്ടുവരുന്നതാ ഓർമ്മ ഉണ്ടാകുള്ളൂ. പറയും ആസറാത്താന് കൈനേട്ടം കിട്ടിയ ശരിയാ. എന്താണ് അങ്ങനെ ഒരു മനുഷ്യന്മാര് ഇങ്ങനെ നല്ലു അറിയാലോ. അത് അടിപൊളിയാ. എന്തായാലും ഗായ്സ് ഒക്കെ പൊട്ടിക്കലാണ്, മൊത്തം പൊട്ടിക്കലാണ്. അങ്ങനെ ഉണ്ടോ നേർച്ച? ഇതാണ് എങ്ങനെയടി നേർച്ച. നമ്മുടെ നാട്ടിലെ നേർച്ചകൾ തുടങ്ങി ഗായ്സ്. അപ്പോൾ ഇനി നേർച്ച ദിവസങ്ങളാണ്. നമ്മുടെ ഗാർഡൻ സെറ്റിങ്ങും പെയിന്റിങ്ങും ഒക്കെ പുരോഗമിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ഫൈനലി മൊത്തം കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇപ്പൊ എങ്ങനെയുണ്ട് സിറ്റ് ഔട്ടൊക്കെ? ഇപ്പൊ ഒന്നും കൂടി നല്ല, അതായത് ഒരുപാട് മുറ്റുള്ള മാതിരി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇതെല്ലാം നമ്മൾ ഗ്യാപ്പെല്ലാം അടച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണ് ഇതേമാതിരി പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കണം. പെയിന്റ് അല്ല, കളറ്, കല്ലിന് കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ അലേഹ? അവിടെ കൊട്ടി എവിടെ? അല്ലാ എന്താ ഇവിടെ കാട്ടിക്കണേ. പിടിക്ക് അവളെ പിടിക്ക്. നാളെ വെക്കണം. ഏത് പല്ലഞ്ഞ് പറിക്കണ്ട്? ഐബുവിന് പല്ല് വന്നിക്കണോ നോക്കട്ടെ. ഇല്ലേ? അലേഖ എത്ര പല്ല് വന്നിക്കണോ? 8 പല്ല് വന്നു. എവിടെ നോക്കട്ടെ, എവിടെ പല്ല് നോക്കട്ടെ. 10 പല്ല് വന്നിക്കണം ഗായ്സ്. സക്കരെ കുട്ടീനൊക്കെ ഇന്ന് കറിയൊക്കെ എന്തൊക്കെയാണ്? കണ്ടമാനം വാങ്ങിയായിരുന്നു. ഇതൊക്കെ ഉള്ളു. എന്നിട്ട് ഉമ്മയുടെ സ്പെഷ്യൽ ഇടിച്ചക്ക, സാമ്പാറ്, മത്തിക്കറി. മീൻ എങ്ങനെയുണ്ട്? മീൻ രസം മീനാ? എന്തോ പൂമീനാണ് എന്നാ പറഞ്ഞേ. ഒരുപാട് ആൾക്കാർ എന്നോട് ഡയറ്റിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതാണ്ടോ ഏകദേശം ഇത് എനിക്കുള്ള ചോറാണ്. ഇത്ര ചോറൊന്നും ഞാൻ കഴിക്കില്ല. ഞാൻ ഏകദേശം ഇത്ര ചോറേ ഞാൻ കഴിക്കുള്ളൂ. ഇത്രയും ഞാൻ കഴിക്കൂല, ഇത്ര ഞാൻ കഴിക്കുള്ളൂ. അത് ബസുമതി റൈസാണ്. പിന്നെ എനിക്ക് ഇവര് ഫുഡ് ഉണ്ടാക്കുന്ന ടൈമിൽ എനിക്ക് മാറ്റി വെക്കണതാണ്. ഇതാ ഇടിച്ചക്കപ്പേരി വെളിച്ചെണ്ണ അല്ലാതെ വെച്ചിട്ടുണ്ട്. ഇതുപോലുള്ള ചോറാണ്. പിന്നെ ഇതെന്താ ചെമ്മീനാണ്. ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എനിക്കൊന്നുമില്ല വേറെ. ഇലക്കറികള് ചെമ്മീൻ ഞാൻ നന്നാക്കിയിട്ടാണ് ഓൾറെഡി വന്നത്. ഫുള്ള് കാട്ടാണ് ആയിക്കൊണ്ട് രാവിലെ ഓട്സ് ഉണ്ടാക്കി ഞാനാണ്. മുട്ട വെച്ചത് ഞാനാണ്. എന്താ വേണ്ടി? ഞാൻ ആയിക്കൊണ്ട് 3 കുട്ടികളാണ് എനിക്ക്. വലിയ കുട്ടികളെ നല്ലോണം നോക്കണം. ചെറുത് രണ്ടാമത്തേന് അതിലും ഗംഭീരമായി നോക്കണം. അപ്പൊ എന്തായാലും ഗായ്സ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പുതിയ വിശേഷങ്ങളും ആയിട്ട് കാണാം. ഇന്ന് എന്തായാലും നമ്മുടെ പേരയിൽ എന്തൊക്കെ പണിയെടുത്തെന്നുള്ളത് ഞാൻ വൈകുന്നേരത്തെ വ്ളോഗിൽ കാണിച്ചത്. ഞാൻ ഇവിടെ പണിയെടുക്കണോണ്ടോ വ്ളോഗ് ഫുള്ളാക്കാൻ പറ്റാതിരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ബൈ.